മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം റോഡിന്റെ ഇരുവശങ്ങളിലും കാലങ്ങളായി പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വരുന്നു. CCTV ഉൾപ്പെടെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ മാലിന്യ നിക്ഷേപങ്ങൾ തടയുന്നതിന് പരിമിതികൾ നേരിട്ട് വരുന്നു. കൂടാതെ ചുരം റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാറകളിലും ചുമരുകളിലുമെല്ലാം തന്നെ വിവിധ മത രാഷ്ട്രീയ സംഘടനകളുടെ പരസ്യങ്ങൾ വിളംബരം ചെയ്തുള്ള വൃത്തികേട് വരുത്തിയിരുന്ന സാഹചര്യമാണ് ഇന്ന് വരെ. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. വനത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടുകൂടി ശേഖരിച്ച് തരംതിരിച്ച് ഹരിതകർമ്മ സേനയെ ഏൽപ്പിച്ചു വരുന്നു. തുടർന്ന് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ദൈനംദിന പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് ബോർഡുകളും വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു പരസ്യങ്ങൾ പതിച്ച പാറകൾ, ചുമരുകൾ എന്നിവ റീപെയിന്റിംഗ് ചെയ്ത് അട്ടപ്പാടിയുടെ തനത് സംസ്കാരവും ഗോത്ര പൈതൃകവും അനാവരണം ചെയ്യുന്ന ചുമർ ചിത്രങ്ങളും പരിസ്ഥിതി സംബന്ധ ആശയങ്ങളും ചിത്രീകരിച്ച് ചുരം റോഡ് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റോഡിലെ 8 പ്രധാന ചുമരുകൾ, പാറകൾ കണ്ടെത്തി അട്ടപ്പാടിയുടെയും സൈലന്റ് വാലിയുടെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെയും ജൈവ പ്രാധാന്യം സംസ്കാരവും വിളിച്ചോതുന്ന ചുമർ ചിത്രങ്ങളുടെ ചിത്രീകരണമാണ് ഇന്ന് ആരംഭിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്നത് മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി എന്ന സ്വകാര്യ സ്ഥാപനമാണ്. ഈ പ്രവൃത്തികളിൽ സഹകരിക്കുന്ന നേച്ചർ ഗാർഡ് ഇനിഷ്യേറ്റീവ്, കാട്ടുതീ പ്രതിരോധ സേനയും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൺസർവേഷൻ വോളണ്ടിയേഴ്സ് എന്ന സന്നദ്ധ സംഘടനകൾ ആണ്. അട്ടപ്പാടി ബ്ലോക്കിലെ റവന്യൂ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം ഈ പ്രവൃത്തിയുമായി സഹകരിക്കുന്നുണ്ട്. അട്ടപ്പാടി ചുരം റോഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അട്ടപ്പാടിയെക്കുറിച്ചും ഈ പ്രദേശത്തിന്റെ ജൈവ പ്രാധാന്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതും അമൂല്യ ജൈവ സമ്പത്ത് മാലിന്യമുക്തമാക്കുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും ഈ പദ്ധതിയുടെ പ്രാഥമിക ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. വിവിധ ഘട്ടങ്ങളിലായി 1 മാസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ C. അബ്ദുൽ ലത്തീഫ് അവർകളാണ്. മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ N. സുബൈർ അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് അഷ്റഫ്, ആർട്ടിസ്റ്റ് പ്രമോദ് പള്ളിയിൽ, ഉണ്ണി വരദൻ, പാലക്കാട് സ്വാമി, മണ്ണാർക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ, കാട്ടുതീ പ്രതിരോധ സേനാ അംഗങ്ങൾ, NGI പ്രവർത്തകർ എന്നിവരും സംയുക്തമായി ഈ പരിപാടിക്ക് നേതൃത്വം നൽകി. എമുത്തു എട്ടപ്പാടി എന്ന പ്രൊജക്ടിന്റെ ആദ്യത്തെ ചുമർചിത്രം ചെയ്യുന്നത് കാട്ടുതീ ജനകീയ പ്രതിരോധ സേനയാണ്. സ്റ്റേറ്റ് പ്രസിഡന്റായ ഉണ്ണിവരദത്തിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ചുമർചിത്രം പൂർത്തീകരിച്ചത്. കാട്ടുതീ പ്രതിരോധ സേന ജനറൽ സെക്രട്ടറി അനിത ഇടപ്പാൽ സ്വാഗതം പറഞ്ഞു. അനിൽ പൊന്നാനി, സന്തോഷ്, അരുൺ, നൌഷാദ് മലപ്പുറം, ഷാജിദ, വിനോദ് പൊന്നാനി, കാസിം തച്ചമ്പാറ, NGA ലീഡറായ പാലക്കാട് സ്വാമി, അദ്ദേഹത്തിന്റെ ഭാര്യ ജൂലി, ആർട്ട് ഡയറക്ടർ പ്രമോദ് എന്നിവരാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിനായുള്ള പെയിന്റ് സ്പോൺസർ ചെയ്തത് ഉപദേശക സമിതി അംഗം കശ്യപ ഗോപകുമാറാണ്. ഫോറസ്റ്റ് ജീവനക്കാരുടെ സജീവ സാന്നിധ്യത്തിൽ ഈ പ്രൊജക്ട് വിവിധ പാറകളിൽ ചിത്രം വര തുടരുന്നു. ഏവർക്കും ഈ പ്രൊജക്ടിൽ പങ്കാളികളാവാം.